ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീത ലോകത്തിന് കിട്ടിയ ഏറ്റവും വലിയ അമൂല്യമായ, വിലമതിക്കാൻ പറ്റാത്ത, എത്ര പുകഴ്ത്തി പറഞ്ഞാലും അത് മതിയാവില്ല, അതുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കുന്നത്, ജീവിത ശാസ്ത്രമാണ്. കാരണം വളരെ വ്യക്തമായ ഒരു ജീവിത ദർശനം ഗീതയിലൂടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഉപനിഷത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ പ്രായോഗികത വളരെ വ്യക്തമാക്കി തരുന്ന അത്യുത്തമ കൃതിയാണ് ഗീത. ഇവിടെ മനുഷ്യർക്ക് ചോയ്സ് തരികയാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം എങ്ങനെ ജീവിക്കണമെന്ന്. ഇപ്പം നിങ്ങൾക്ക് പല കുറവുകൾ, പരിമിതികൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നും അലട്ടാത്ത വിധത്തിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി ഗീത കാണിച്ചു തരികയാണ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് ഇവിടെ നിന്ന് ആരും പോയിട്ടില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട്. നിങ്ങൾ നോക്കൂ, കോവിഡ് കാരണം പ്രസിദ്ധന്മാരായ എത്രയോ ആളുകൾ ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ട്. കോവിഡ് വന്ന് വെന്റിലേറ്ററിലും കിടന്ന് ICUയിൽ കിടന്ന് ദുരിതം അനുഭവിച്ച് മരിച്ചിട്ടുണ്ട്. പണത്തിൻ്റെ ഒരു കുറവ് അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ കോവിഡിന് പണമൊന്നും ആയിരുന്നില്ല പ്രശ്നം. ആരോഗ്യം അവർക്ക് മോശമായതുകൊണ്ട്, അവർക്ക് പ്രതിരോധിക്കാൻ ശക്തിയില്ലാതെ പോയതുകൊണ്ട്, മരുന്നുകളൊന്നും ഏൽക്കാതെ പോയതുകൊണ്ട് ഒരു പണത്തിനും അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. എന്നാൽ പ്രതിരോധമുള്ള എത്രയോ പാവപ്പെട്ടവർ ഈ രോഗത്തിൻ്റെ വലിയൊരു പ്രത്യാഘാതങ്ങളില്ലാതെ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ജീവിതം നാം വിചാരിക്കുന്ന പോലെ നാളെയെല്ലാം നേരെയാകും എന്ന് കരുതരുതൊരിക്കലും. പ്രയത്നിക്കാം, പക്ഷേ അതെങ്ങനെ പ്രയത്നിച്ചാലാണ് ഇന്നു മുതൽ എനിക്ക് ആസ്വദിച്ചും ആരോഗ്യത്തോടെയും ജീവിക്കാൻ സാധിക്കുക എന്ന അറിവോട് കൂടിയിട്ട് വേണം നിങ്ങൾ നാളത്തെ ജീവിതത്തെ കണക്കൂട്ടാൻ. ഇന്ന് ഞാൻ ആരോഗ്യം നഷ്ടപ്പെടുത്തി, ഇന്ന് ഞാൻ മാനസിക ശക്തി നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്ത് മനക്കോട്ടകൾ കെട്ടാൻ ശ്രമിച്ചാലും അതെല്ലാം തകിടം മറിക്കാൻ പ്രകൃതിക്ക് സാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കൊറോണ പോലുള്ള വൈറസുകൾ. ഞാൻ ചുമരില്ലാതെ എഴുതാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ ദുരന്തങ്ങളാണത്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ശാരീരിക ആരോഗ്യം, മാനസിക ശക്തി, ഇത് രണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ശാരീരിക ആരോഗ്യത്തിനാണ് രാവിലെ എണീറ്റ് നിങ്ങൾ യോഗയും നടത്തവും തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മാനസിക ആരോഗ്യത്തിനാണ് ആത്മീയത. മാനസിക ആരോഗ്യമാണ് ഗീത നേടിത്തരുന്നത്. അപ്പം അതിന് നമുക്ക് വ്യക്തമായ ഒരു ബോധമുണ്ടാവണം. ഞാൻ ആര്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ശുദ്ധമായ ബോധം, അതായത് ബോധ ഊർജമാണ്. ഇപ്പോൾ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഇപ്പോൾ നാം ബോധ ഊർജത്തിലല്ല നിൽക്കുന്നത്. കാരണം ഈ ശരീരം എന്ന രൂപത്തിൽ നാം ഉറച്ചുപോയി. രൂപങ്ങളൊക്കെ വന്നത് ഊർജത്തിൽ നിന്നാണെന്ന ആധുനിക സയൻസിൻ്റെ കണ്ടുപിടുത്തങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു ഐസ് കട്ട് എടുക്കുമ്പോൾ, ഐസ് ക്യൂബ് എടുക്കുമ്പോൾ അത് രൂപമില്ലാത്തൊരു വെള്ളത്തിൽ നിന്നാണ്. അതിനും പിന്നിൽ അത് ഓക്സിജനും ഹൈഡ്രജനും ആയിരുന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ നാം നമ്മുടെ പുറകോട്ട് പോയി കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും, രൂപമില്ലാത്ത അനന്ത ഊർജ ശക്തിയാണ് പല പരിണാമങ്ങളിലൂടെ രൂപമുള്ളൊരു ശരീരമായിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമുക്കത് മനസ്സിലാവാത്തതിൻ്റെ കാരണം നാം ഉപബോധ മനസ്സിൽ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ സുഖദുഃഖങ്ങൾക്കെല്ലാം കാരണം ഈ ഉപബോധ മനസ്സാണ്. അപ്പം ആ ഉപബോധ മനസ്സ് നമ്മളെ കൊണ്ട് പലതും ആഗ്രഹിപ്പിക്കുന്നു. അതാണ് ബുദ്ധനും പറഞ്ഞത്, ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം. ഈ ഉപബോധ മനസ്സ് ആഗ്രഹിക്കുമ്പോൾ കണക്ക് കൂട്ടുകയാണ്, നാളെയെല്ലാം അനുകൂലമാവും, നാളെയെല്ലാം ശരിയാവുമെന്ന്. പക്ഷേ ആ കണക്കുകൂട്ടലെല്ലാം പ്രകൃതിക്ക് തട്ടി മാറ്റാൻ നിമിഷങ്ങളെ വേണ്ടൂ. ഇനി നാം കണക്കുകൂട്ടിയൽ നടന്നാൽ പോലും നാം അത് മനസ്സിലാക്കണം. കണക്കുകൂട്ടിയൽ നടന്നാൽ പോലും കാലം അതെപ്പോഴും നമ്മളെ അനുഭവിക്കാൻ അനുവദിച്ചു കൊള്ളണമെന്നില്ല. കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ട് പോലെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച ഒരു നമ്മുടെ ആരോഗ്യമന്ത്രിയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. എല്ലാവരും ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന ആരോഗ്യമന്ത്രി, അവർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്.
പക്ഷേ മന്ത്രിയുടെ ആ സ്ഥാനം വന്ന സമയത്ത് അത് പുതിയ മന്ത്രിസഭയിൽ അവരെ ഉൾപ്പെടുത്തേണ്ട കാര്യം വന്നപ്പോൾ അവർ പുറത്താക്കി. കാരണം സീനിയേഴ്സിന് വേണ്ട എന്നുള്ളൊരു ന്യായം. അപ്പോൾ താൻ തൻ്റെ കർത്തവ്യം ചെയ്തുള്ള ജനങ്ങളുടെ ഒരു അംഗീകാരമായിരിക്കാം അത്രയും വോട്ട് കിട്ടിയത്. പക്ഷേ തിരിച്ചു വീണ്ടും ഒരു മന്ത്രിയാവേണ്ട കാര്യം വന്നപ്പോൾ അവരെ തന്നെ അതിൽ നിന്ന് തഴഞ്ഞു മാറ്റിയപ്പോൾ മനസ്സിലാക്കേണ്ടത് നാം കണക്കുകൂട്ടിയത് എപ്പോഴും നടക്കണം എന്നില്ല. ഇവിടെയാണ് ഗീത തരുന്നൊരു ശക്തി. എന്ത് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ അതിനെ അതുപോലെ ഉൾക്കൊള്ളാനുള്ള ഒരു മെച്വേർഡ് മൈൻഡ് എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാൻ സാധ്യമല്ല. കുറേയൊക്കെ നമുക്ക് സമൂഹത്തിന് മുന്നിൽ അഭിനയിക്കാം, ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കുത്തുണ്ടാവും, ഉള്ളിൻ്റെ ഉള്ളിൽ ചില വിഷമങ്ങളുണ്ടാവും. കാരണം ആർക്കായാലും അധികാരത്തിലിരുന്ന് അധികാരം നഷ്ടപ്പെടുമ്പോൾ, അതും അധികാരത്തിലിരിക്കാൻ യോഗ്യത ഉണ്ടായിട്ട് അത് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ കിട്ടാതിരിക്കുമ്പോൾ, അത് പല പേരുകളിലും ഒഴിവാക്കപ്പെടുമ്പോൾ വലിയ വിഷമം തന്നെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷേ അതിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുത്ത് തൻ്റെ മേഖല എന്താണെന്നുള്ള ഒരു തനിക്ക് അധികാരമില്ലെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പം തൻ്റെ മേഖല തുറന്നു കിടക്കുകയാണ്. തനിക്ക് ഒരു മേഖല മാത്രമേ ഉള്ളൂ എന്നില്ല. അപ്പം ആ തരത്തിൽ തനിക്ക് മുന്നിൽ തുറന്നു കിടക്കുന്ന തൻ്റെ ജീവിത മാർഗത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ, ശക്തി, അത് ബോധമനസ്സിനെ സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. ഉപബോധ മനസ്സെപ്പോഴും കിട്ടാത്തതിൽ ദുഃഖിച്ചും നഷ്ടപ്പെട്ടു പോയതിൽ വിഷമിച്ചും മറ്റുള്ളവർ അത് ഓർമ്മിപ്പിക്കുമ്പോൾ അതിൽ സഹതപിച്ചും അല്ലെങ്കിൽ പരിഭവിച്ചും ഒക്കെ ജീവിക്കും. ബോധമനസ്സ് അതിൻ്റെ വഴിയിലൂടെ അത് കടന്നു പോകും. അതാണ് നമ്മുടെ ഭാരതത്തിലെ ഋഷിവര്യന്മാരുടെ രാജാക്കന്മാരുടെയൊക്കെ മഹത്വം. രാജ്യം ഭരിച്ചു, അത് കഴിഞ്ഞ് മക്കളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ രാജ്യഭാരം ഏൽപ്പിച്ച് കാട്ടിലേക്ക് പോവുകയാണ്. അവരവരുടെ ജീവിത മാർഗത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്, അയനം ചെയ്യണം. അതാണ് അയനം. അത് അയനമാണ്, യാത്രയാണ്. അല്ല ഒന്നിലും കെട്ടിക്കിടക്കുന്ന ഒരു രാജ്യം പോയി ഭരണം പോയി കിടക്കുന്നില്ല, കരയുന്നില്ല. അതുകൊണ്ടാണ് ഗാന്ധിജിയെപ്പോലുള്ള ഒരു മഹാന്മാരായത്. അധികാരമില്ലാതെ തനിക്ക് സേവനം ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തി അതാണ് തൻ്റെ ഏറ്റവും വലിയ ദൗത്യമെന്ന് മനസ്സിലാക്കി കടന്നുപോയ ആളുകൾ. ഇവിടെ ജനഗാഥയ എന്ന് ഗീതയിൽ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഗാന്ധിജി ജീവിച്ചതിന് ശേഷമാണ് ഗീത എഴുതുന്നെങ്കിൽ ഗാന്ധിജിയാഥയ എന്നൊക്കെ ആയിരിക്കും ഗീതയിൽ എഴുതിയിട്ടുണ്ടാവുക. കാരണം ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അധികാരത്തിൻ്റെ ചെങ്കോലുകളില്ലാതെ, അധികാരത്തിൻ്റെ ഇടനാഴികളില്ലാതെ തൻ്റെ കർത്തവ്യ പരിപാലനം, സേവനമെന്ന ഉത്തരവാദിത്വം നിറവേറ്റാൻ മഹാന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അവർക്ക് അധികാരം വേണമെന്നില്ല, കാരണം അവരെപ്പോഴും സ്വയം അധികാരികളാണ്. അല്ലാതെ ഒരു സമൂഹം തരുന്ന അധികാരത്തിലിരിക്കുന്നവരല്ല അവർ. അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒരാൾ എങ്ങനെ ജീവിച്ചാലാണ് സന്തോഷമായിട്ട് ജീവിക്കുക. ജനഗാഥയ. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളൊരു ചോദ്യം ചോദിച്ച് പറഞ്ഞു. ഒരു കുട്ടി എന്നോട് ചോദിച്ച്, ഒരു ഉദ്യോഗസ്ഥനാണ്, അപ്പോൾ വീട്ടിലെ ഉദ്യോഗസ്ഥയാണ്. ഇപ്പോൾ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് പരിമിതികളുണ്ട്, പല കാര്യങ്ങളും എനിക്ക് ചെയ്യണം, എനിക്ക് സമൂഹത്തിന് വേണ്ടി വല്ലതും ചെയ്യണം, പക്ഷേ വീട്ടിലെ സാഹചര്യം. പക്ഷെ ഒന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ഈ ഒരൊറ്റ ശ്ലോകം വെച്ചിട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ച് 4 കാര്യങ്ങൾ വളരെ കൊണ്ടു നടക്കണം. അതിലൊന്നാമത്തെ ആത്മീയമായ ബോധമാണ്, താൻ ആരാണെന്ന്. രണ്ടാമത്തത് തൻ്റെ ദുഃഖത്തിനെന്താണ് കാരണം, താൻ വിഷമിച്ചിരിക്കുന്നതിന് കാരണം വേണ്ടാത്ത ചിന്ത അയവിറക്കുന്നുണ്ടാണ്. അപ്പം അതിനെന്ത് വേണം? ഭക്തി, നല്ല ചിന്തകൾ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കണം. മൂന്നാമത്തത് തൻ്റെ കാലിൽ നിൽക്കാൻ തനിക്ക് കഴിവുകളെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണം. തൻ്റെ കഴിവുകൾ വികസിപ്പിക്കുന്നിടത്താണ് തൻ്റെ നിലവാരമുണ്ടാകുന്നത്. അപ്പം ആ കഴിവുകളെ കേവലം വീടുകളിലെ കാര്യങ്ങൾക്ക് മാത്രം ഇന്ന് ചെലവഴിച്ചു പോയാൽ ഒരുപക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ സാമ്പത്തിക ഭാരം കൂടി വരുന്ന കാലഘട്ടത്തിൽ നാം ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ കുറേ കഴിഞ്ഞാൽ ഒരാളെ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ള ഇൻകം, എന്തെങ്കിലും തരത്തിൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ ദുഃഖിച്ച് ദുരിതം അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. ഇപ്പം കഴിവുകൾ ഉണ്ടായിട്ട് അതിനെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞു ദുഃഖമായിരിക്കും. കാരണം ഇന്നിപ്പം നിങ്ങളുടെ ഭർത്താവും വീട്ടുകാരും പറയും ഇവിടെ നിന്നാൽ മതി, എല്ലാം ഇവിടെ ഉണ്ട് എന്ന്. പക്ഷേ ആ ജീവിതം ഒരിക്കലും എന്നും ശാശ്വതമാവണം എന്നില്ല. കൊറോണ തന്നെ തെളിയിക്കുന്നു. എത്ര യുവാക്കളാണ് മരിച്ചു പോയത്. ഇപ്പം ഭാര്യയ്ക്കും കൂടി ഒരു ഇൻകം ഉണ്ടെങ്കിലല്ലേ കുടുംബം നടന്നു പോവുള്ളൂ. അപ്പം അതിന് ഇന്ന് ആൺകുട്ടികളും മനസ്സിലാക്കണത്, അല്ലാതെ ഞങ്ങൾക്ക് സ്വത്തുണ്ട്, ഞങ്ങൾക്ക് പണമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന് ഒരു കഴിവിനെ നിങ്ങൾ ഇല്ലാതാക്കരുത്.
ഇപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നീ നിൻ്റെ കഴിവിനനുസരിച്ച് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ചെയ്യുക തന്നെ വേണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല ജോലിയാണ് പഠിപ്പിക്കൽ, വിദ്യാഭ്യാസ മേഖലകളിൽ വർക്ക് ചെയ്യുക. കാരണം കുട്ടികളോട് അമ്മമാർക്ക് ഇടപഴകാൻ പറ്റുന്ന പോലെ വേറെ ആർക്കും പറ്റില്ല. നഴ്സിംഗ് ജോലി, ഇത്തരം കാര്യങ്ങൾ കുറേയും കൂടിയും ആണുങ്ങളെക്കാൾ സക്സസ്ഫുള്ളായി ചെയ്യാൻ അവർക്ക് സാധിക്കും. അതിന് ശുശ്രൂഷ, പരിചരണം, വിദ്യാഭ്യാസം, അത് കുറേയും കൂടി സ്നേഹത്തോടെ വാത്സല്യത്തോടെ പകർന്നു കൊടുക്കാൻ അവർക്ക് സാധിക്കും. അത് അവരുടെ സഹജമായ സ്വഭാവമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നാലാമത്തത് വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ ചെയ്യണം. അപ്പം ഇതെല്ലാം സമന്വയിപ്പിച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് നാം വികസിക്കുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാടും. കാരണം നമ്മുടെ മാനസിക വികാസമാണ് നമ്മൾ സമൂഹത്തിലേക്ക് പകരുന്നെങ്കിൽ ആ സമൂഹത്തിനും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും, ആ വീടിനും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. നേരെ മറിച്ച് മാനസികമായി വളരെ സങ്കുചിതമായ ചിന്തയിൽ ജീവിക്കുന്നവർ അവരെവിടെയാണ് വികസിക്കുന്നത്? ഏത് രാഷ്ട്രമാണോ ആത്മീയമായി ചിന്തിച്ച് ലോകത്തിൻ്റെ മുഴുവൻ വികാസം ചിന്തിക്കുന്നത്, ആ രാജ്യങ്ങൾ മാത്രമാണ് ലോകത്തിൽ നിന്നും ആദരിക്കപ്പെട്ടുള്ളത്. എന്നാൽ മതത്തിനേറെ പ്രാധാന്യം കൊടുത്ത് ആ മതത്തെ നിലനിർത്താൻ തീവ്രവാദങ്ങൾ വളർത്തി അതിനുവേണ്ടി എല്ലാ ന്യായീകരണങ്ങളും ചെയ്ത ആ രാജ്യങ്ങളൊക്കെ ക്രമേണ ഇല്ലാതായി പോയിട്ടുള്ളൂ. ഞാനിപ്പോൾ അടുത്ത കാലത്ത് നിങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറയുകയാണ്, ഇസ്രായേലും അതുപോലെ ഈജിപ്തിൻ്റെ പലസ്തീൻ്റെ ഒരു ഭാഗമായ ഹമാസ് തമ്മിൽ ഈ ഒരു എന്താ പറയുക യുദ്ധം നിങ്ങൾ കണ്ടു. ഈ പലസ്തീൻ്റെ ഒരു ഭാഗമാണ്, പലസ്തീൻ മുഴുവൻ പലസ്തീൻ പെടില്ല, ഒരു ഭാഗം അവിടെ ഭരിക്കുന്ന അവിടുത്തെ ഒരു സ്വാധീനമുള്ള ഹമാസ് എന്നുള്ളൊരു വിഭാഗവുമായിട്ട് ഇസ്രായേലിൻ്റെ യുദ്ധം നിങ്ങൾ കാണുന്നുണ്ടായി. അപ്പോൾ ആ ഒരു യുദ്ധത്തിൽ ഈ ഹമാസ് എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അവരാരാ ഭരിക്കുന്നത്? അവരുടെ നേതാക്കന്മാരാണ്? അവരുടെ യോഗ്യതകൾ എന്താണ്? അവർ സമൂഹത്തിൽ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ എന്താണ്? അതൊന്നും നമ്മളാരും കേൾക്കുന്നില്ല. നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ഇസ്രായേൽ പ്രധാനമന്ത്രി, ഇസ്രായേൽ അവർ ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസുകളും ഏറ്റവും കൂടുതൽ പലതും സ്വന്തമായി എന്താ പറയുക കണ്ടെത്തി, ഗവേഷണം കണ്ടെത്തി ലോകത്തിന് തന്നെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ആളുകളാണ് ജൂയിഷ് ആളുകൾ. അവർ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലോകത്തിന് നൽകിയ അവരുടെ സംഭാവനകൾ. നോബൽ പ്രൈസുകൾ അവർ വാങ്ങിച്ചു കൂട്ടി. ഒരുവിധം ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. എന്നാൽ നിങ്ങൾ ഈ മറ്റ് ഹമാസിനെയൊക്കെ എടുത്ത് നോക്കൂ, നിങ്ങൾ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരുമില്ല, തീവ്രവാദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരെ തീവ്രവാദികളായിട്ട് ലോകത്തിലുള്ള സമൂഹം മുഴുവൻ അവരെ കുറ്റപ്പെടുത്തുന്നത്. അവർ മുസ്ലിങ്ങളായതുകൊണ്ടാണ് ഈ മുസ്ലിം ലോകം മുഴുവൻ കുറേ പേരെങ്കിലും അവർക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കണം. പക്ഷേ യഥാർത്ഥത്തിൽ അവർ മുസ്ലിം എന്ന കമ്മ്യൂണിറ്റിയേക്കാൾ ഉപരി അതിൽ തീവ്രവാദ ചിന്തകളുണ്ട്. അതുകൊണ്ടാണ് അവർ അറിയപ്പെടാത്തവരായിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിന്ന് അവർ ചിന്തിച്ചത് മുഴുവൻ തീവ്രവാദമാണ്. മറ്റൊരു രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാം? ഞാനത് പറയാൻ കാരണം നിങ്ങൾ പഠിക്കണം ഈ ചരിത്രമൊക്കെ. ഒരു രാജ്യം നോക്കൂ, ദാരിദ്ര്യത്തിൽ ജീവിക്കുകയാണ് അവരൊക്കെ. പലസ്തീൻ ഇപ്പോഴും ദരിദ്ര രാജ്യമാണ്. അതെങ്ങനെയാണ് ദാരിദ്ര്യം? എല്ലാ പണവും മുഴുവൻ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ആയുധം എന്തിനാണ് മേടിക്കുന്നത്? മറ്റുള്ളവരെ നശിപ്പിക്കണം. ഇവിടെ പട്ടിണി മാറ്റാനല്ല ശ്രമിക്കുന്നത്. എങ്ങനെ ആ രാജ്യം നന്നാവും? അതുകൊണ്ടാണ് അവരെ തീവ്രവാദി എന്ന് വിളിക്കുന്നത്. കാരണം അവൻ്റെ ഈ തീവ്രമായ നശീകരണ ചിന്തകളാണ് അവരെ തീവ്രവാദികളാക്കുന്നത്. നേരെ മറിച്ച് ലോകസംഗ്രഹമേവാഭി, എനിക്ക് സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ രാഷ്ട്രത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഭാരതം അങ്ങനെയുള്ളൊരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ. നിങ്ങൾ അറേബ്യൻ രാജ്യം UAE എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ദുബായ് പോലുള്ള രാജ്യങ്ങളെടുത്ത് നോക്കൂ, അവിടുത്തെ അറബികളെക്കാൾ പോപ്പുലേഷൻ ഇന്ത്യൻ ആളുകൾക്കാണ്. പക്ഷേ ഇന്ന് വരെ ഇന്ത്യക്കാരവിടെ വല്ല കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അറബി രാജ്യങ്ങൾ പോലും പാകിസ്ഥാനെ ഒന്നും അങ്ങോട്ട് അടുപ്പിക്കാത്തത്? ബംഗ്ലാദേശ് അതുപോലെ പാകിസ്ഥാൻ ആളുകളെ അടുപ്പിക്കുന്നില്ല. കാരണം അവരവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കുകയും തീവ്രവാദം. അവരും മുസ്ലിംസാണ്, അറബികളും മുസ്ലിംസാണ്. പക്ഷെ അവർ വളരെ കൾച്ചേർഡ് മുസ്ലിംസാണ്. അവർക്ക് മനസ്സിലായി ഇന്ത്യക്കാരുടെ ഉള്ളിൽ ഒരിക്കലും തീവ്രവാദ ചിന്തയില്ല. ഇന്ത്യക്കാരെന്ന് ഞാൻ പറയുമ്പോൾ ബേസിക്കലി മെജോറിറ്റി ഹിന്ദുസ്. നമ്മളൊരു രാജ്യത്തെ നശിപ്പിക്കാനല്ല ചിന്തിക്കുന്നത്, നമ്മൾ ആ രാജ്യത്തെ പോലും സമ്പന്നമാക്കാൻ പറ്റുന്ന വിധത്തിൽ
വികസന കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ എത്രയോ ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആ രാജ്യത്തിനെ പുഷ്ടിപ്പെടുത്തുക. അതൊക്കെയാണ് ഭാരതത്തിൻ്റെ ദർശനം. കാരണം അത് നമ്മുടെ ബ്ലഡിലുള്ളതാണ്. അമേരിക്കയിൽ ഇന്നിപ്പം നിങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തിൽ നോക്കൂ, 80% ഇന്ത്യൻസാണ് ഇപ്പോഴത്തെ ബൈഡൻ ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിലുള്ളത്. എന്തിനാ അവരൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്? എന്നാൽ നമ്മളെപ്പോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് എത്രയോ ആളുകൾ കുടിയേറിയിട്ടുണ്ടല്ലോ, അവിടെ എത്രയോ ആളുകൾ ചൈനയിൽ നിന്ന് കുടിയേറിയിട്ടുണ്ടല്ലോ. എന്തേ അവരെ ഏൽപ്പിക്കാത്തത്? എന്തേ ഇന്ത്യക്കാരെ? കാരണം ഭാരതത്തിൻ്റെ വീക്ഷണം അതാണ്, ലോകസംഗ്രഹമേവ. ഏത് രാജ്യത്തിൽ ചെന്നാലും ആ രാജ്യം നന്നാവണം, ആ രാജ്യത്തിൻ്റെ പുരോഗതി, ആ ചിന്തകളുണ്ടല്ലോ, അത് ഭാരതത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞേർന്ന. കാരണം ലോകം ഭാരതത്തെ ആദരിച്ചത് ഭാരതത്തിൻ്റെ സംസ്കാരത്തെ കണ്ടുകൊണ്ടാണ്. എല്ലാവരും ഒരേ ശക്തിയുടെ വിവിധ രൂപങ്ങളാണെന്ന് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ചിന്തയാണ് ഏകത്വം, നാനാത്വം, നാനാത്വത്തിൽ ഏകത്വം. അല്ലാതെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നല്ലാതെ നമ്മളൊരിക്കലും യൂണിഫോമിറ്റി, ഞങ്ങളുടെ മതം മാത്രം, ഞങ്ങളുടെ ആൾക്കാർ മാത്രം, ഞങ്ങളുടേത് മാത്രം, അങ്ങനെ ഇല്ല. നമ്മളെല്ലാം ഒന്നെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം നമുക്കേ ഉള്ളൂ. അതുകൊണ്ട് ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ്. ലോകസംഗ്രഹമേവാപി. എത്ര ബഹുമാനത്തോടുകൂടി നാം കൃഷ്ണനെ കാണണം. ആ ഒരു വാക്ക് പറയുന്നതിന് ലോകസംഗ്രഹം എന്നാണ്. അല്ലാതെ അർജുന നീ പാണ്ഡവ സംഗ്രഹം എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ നീ ഇന്ത്യയുടെ സംഗ്രഹം എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ എന്താ പറയുക ഹസ്തിനപുരത്തിൻ്റെ സംഗ്രഹം. ഹസ്തിനപുരം എന്ന് പറഞ്ഞാൽ അന്ന് ഡൽഹി കേന്ദ്രമാക്കിയുള്ളൊരു ഭരണമാണ്. ഈ പാണ്ഡവന്മാരുടെ ഭരണം, ഇന്ദ്രപ്രസ്ഥം എന്നൊക്കെ പറയുന്നത് ഡൽഹി ബേസ്ഡ് ഭരണമാണല്ലോ. അവിടെയാണ് അന്നത്തെ അവരുടെ കേന്ദ്രങ്ങൾ. അപ്പം ആ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ലോകസംഗ്രഹമേവ. അപ്പം നോക്കൂ, കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ലോകം എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ ലോകവീക്ഷണം എത്ര ഉണ്ടായിരുന്നു എന്ന്. ഇന്നൊരു പക്ഷേ എനിക്കും നിങ്ങൾക്കും വിലയില്ലാത്ത വാക്കാണ്. കാരണം നമുക്ക് ടി വിയുടെ മുന്നിൽ അമേരിക്കയും റഷ്യയും അതുപോലെ തന്നെ ഉഗാണ്ടയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കൃഷ്ണൻ്റെ കാലത്തിൽ ഈ രാജ്യങ്ങളെക്കുറിച്ച് വല്ല ചിന്തകളുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ലോകത്തിൻ്റെ മുഴുവൻ കാഴ്ചപ്പാടും അന്നുണ്ടായിരുന്നു. അന്ന് റഷ്യ, ചൈന, അമേരിക്ക എന്ന ഭൂഖണ്ഡങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവുണ്ടായിരുന്നു. അപ്പം അവർക്ക് കൂടി ഉണ്ടാവണേ, ആ എവിടെയൊക്കെ ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഉയർച്ച ഉണ്ടാവുന്ന, ഉന്നതി ഉണ്ടാവുന്ന, ശ്രേഷ്ഠത ഉണ്ടാവുന്ന ആ പ്രവൃത്തിയായിരിക്കണം നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാവേണ്ടത് എന്ന് പറയുമ്പോൾ താനും ഉയരണം, മറ്റുള്ളവരും ഉയർത്തണം. മറ്റുള്ളവരെ ഉയർത്തുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരാളെ നശിപ്പിക്കുന്ന, ഒരാളെയും താഴ്ത്തുന്ന ഒരു ചിന്തയാവരുത് മനുഷ്യൻ്റെ ഉള്ളിൽ. ഈ ഭാരത വീക്ഷണം ലോകത്തിൽ പടർന്നിരുന്നെങ്കിൽ, ഇത് പഠിപ്പിച്ചിരുന്നെങ്കിൽ, ഈ ആയുധങ്ങൾക്ക് ചെലവഴിക്കുന്ന കാശ് മതി പട്ടിണി മാറ്റാൻ. ഇന്ന് ഈ മതം പറഞ്ഞ് നടക്കുന്നവരുണ്ടാക്കിയത് എന്താണ്? ആയുധങ്ങളുടെ കച്ചവടമാണ്. ഇന്ന് ഇന്ത്യ തന്നെ നോക്കൂ, നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസി പാകിസ്ഥാൻ്റെയും അതുപോലെ തന്നെ സ്വാർത്ഥന്മാരായ ചൈനക്കാരുടെയും മാത്രം പ്രവൃത്തി കൊണ്ടല്ലേ ഇവിടെ ദാരിദ്ര്യം ഉണ്ടാകുന്നത്. കാരണം ഉള്ള കാശ് മുഴുവൻ നമുക്ക് ആയുധത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ആരെയും ഉപദ്രവിക്കില്ല എന്നുള്ളൊരു സംസ്കാരം അവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ ആയുധത്തിന് ചെലവഴിക്കുന്ന പണം പോരെ ഇവിടുത്തെ പട്ടിണി മാറ്റാൻ. ആരാ പട്ടിണി ഉണ്ടാക്കുന്നത്? നിങ്ങൾ ചിന്തിക്കൂ. ഇതുപോലെ തന്നെയാണ് ചൈനയുടെ അവസ്ഥ. ചൈനയെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ചൈനയും ഇതുപോലെ മറ്റു രാജ്യങ്ങളുടെയൊക്കെ ടെക്നോളജി അപഹരിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ രാജ്യം, ഈ ഞങ്ങളെന്ന് പറയുന്നതിൽ ഒതുങ്ങി നിന്നപ്പോൾ ഇന്നെല്ലാ രാജ്യങ്ങളും അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വാർത്ഥത, അവരിൽ ആ വിശാലതയില്ല. അമേരിക്കയിൽ പോയി ജോലി ചെയ്തിട്ട് അവിടുത്തെ ടെക്നോളജി കട്ടെടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ സാധനം ഉണ്ടാക്കുക. ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുന്ന് കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് സാധനങ്ങൾ ഉണ്ടാക്കുക. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് മറ്റ് രാജ്യങ്ങളെ നശിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുക. ഇപ്പം എല്ലാവർക്കും അത് തിരിച്ചറിയാൻ സാധിക്കും. ഈവൻ ഒരു വാക്സിൻ പോലും സ്വന്തമായിട്ടല്ല അവരുണ്ടാക്കിയത്, കട്ടെടുത്ത് കൊണ്ടുവന്ന അമേരിക്കയുടെ പകുതി, പക്ഷെ മുഴുവൻ കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അത് ഗുരുത്വം ഉണ്ടായില്ല, അതോട്ട് ലോകം അംഗീകരിച്ചതുമില്ല. നോക്കൂ നിങ്ങൾ ആ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ. ഇന്നിപ്പോൾ ആ ചൈനയുടെ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞാൽ പോലും ആളുകൾ ഉപേക്ഷിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയില്ലേ. പക്ഷേ അവർ ഉപയോഗിക്കുന്ന ടെക്നോളജി മുഴുവൻ ജർമ്മൻ്റെയും ജപ്പാൻ്റെയും ആയതുകൊണ്ട് ആളുകൾക്ക് ആ ടെക്നോളജി ആവശ്യമാണ്. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ ടെക്നോളജി ഉണ്ട്, അതിന് കൂലി കൂടുതലായതുകൊണ്ട് അവർക്കത് മുതലാവില്ല. ഇവർക്ക് കൂലി കുറച്ച്, അവിടെ സമരമില്ലല്ലോ. ചൈനയിലൊന്നും സമരമില്ല. ഇവിടെയൊക്കെ കമ്മ്യൂണിസം പറയുന്നു എന്നല്ലാതെ അവിടെ കമ്മ്യൂണിസം പറയാൻ പറ്റില്ല. അവിടെ കമ്മ്യൂണിസം എന്താണോ അതിൽ അടിച്ചേൽപ്പിക്കുന്നത് അതിൽ ജീവിക്കുകയാണ്. അവർക്ക് പ്രതിഷേധിക്കാൻ വഴിയില്ല, പ്രതികരിക്കാൻ അർഹതയില്ല. ഞാൻ അനവധി തവണ ചൈനയിൽ പോയ ഒരാളെന്നുള്ള എനിക്ക് പറയാണ്, ഒരു സമരം പോലും അവിടെ തൊഴിൽ സമരം പോലും നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും തൊഴിലുള്ളതുകൊണ്ടായിരിക്കും സമരം.
അവിടെയും കൂലി പ്രശ്നം ഉണ്ടാവും. എത്രയോ ആളുകൾക്ക് കൂലി കിട്ടാത്തവരുണ്ട്, എത്രയോ ഫാക്ടറികൾ അവരെ എന്താ പറയുക ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ ചോദിക്കാൻ അർഹതയില്ല. അതാണ് അതുകൊണ്ടാണ് അവിടുത്തെ യുവാക്കൾ മുഴുവൻ അവിടുത്തെ പ്രസ്ഥാനങ്ങളോട് എതിരാണ്. ടിയാമി സ്ക്വയറുകൾ ഇനിയും ആവർത്തിക്കും, സംശയിക്കേണ്ട നിങ്ങൾ. ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നില്ലേ ചൈനയുടെ അധീനതയിൽ കിടക്കുന്ന ഹോങ്കോങ്ങിലേക്ക് അവസ്ഥ? അവിടുത്തെ യുവാക്കൾ മുഴുവൻ എതിരാണ്, തെരുവിലാണ്, അവർക്ക് ഇഷ്ടമല്ല. അപ്പം നോക്ക് എന്തുകൊണ്ടാണത്? നേരെ മറിച്ച് ഇന്ത്യയെ സ്വാഗതം ചെയ്യണം. ഇന്ത്യയെ ഇപ്പോൾ കാശ്മീർ ഇന്ത്യ എടുത്തപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ഇപ്പോൾ അവിടുത്തെ യുവാക്കൾ മുഴുവൻ നമ്മുടെ സംസ്കാരത്തിലേക്ക് അലിഞ്ഞു. കാരണം അവർക്ക് ഇതുവരെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അവരെ മാറ്റി നിർത്തുകയാണ്. ഇനി കുറേ കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ പോലും ഇന്ത്യയുടെ ഭാഗമാവും. കാരണം ഭാരതം അങ്ങനെയാണ്, ഒരാളെ നശിപ്പിക്കില്ല, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെയും അഭ്യുന്നതി. അതാണ് ഭാരതം. ഭാരതത്തിന് വേണമെങ്കിൽ എന്നോ നേപ്പാളിനെ സ്വന്തമാക്കാം, ഭാരതത്തിന് വേണമെങ്കിൽ എന്നോ നമ്മുടെ തൊട്ടടുത്തുള്ള ബർമ്മയെ സ്വന്തമാക്കാം. എത്രയോ നമ്മുടെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, ശ്രീലങ്ക നമുക്ക് വലിയ രാജ്യമൊന്നുമല്ല അത്, പക്ഷേ ഇന്ത്യ എല്ലാവരെയും ബഹുമാനിച്ച് അവർക്ക് വേണ്ട സംരക്ഷണം, ആരുടെയും ഒന്നും കൈയടക്കാതെ. നോക്കൂ, നമ്മളെ കൊണ്ടൊരു സമാധാനക്കടവ് ശ്രീലങ്കയ്ക്കുണ്ടായിട്ടില്ല, നേപ്പാളിനുണ്ടായിട്ടില്ല, ഭൂട്ടാനുണ്ടായിട്ടില്ല, ആർക്കും നമ്മളെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. അതാണ് നമ്മുടെ സംസ്കാരം, ലോകസംഗ്രഹമേവാ. എന്നാൽ ഇന്ന് ചൈനയെ കൊണ്ട് എന്താ പറയുക, ജപ്പാൻകാർ ഒരു ശാപം പോലെയാണ് ചൈനയെ കാണുന്നത്. അതുപോലെ തന്നെ തായ്ലൻഡുകാർ, മലേഷ്യക്കാർ, അതുപോലെ ഓസ്ട്രേലിയക്കാർ, ഇവരെവിടെയൊക്കെ ബോർഡർ ഉണ്ട് അവിടെയൊക്കെ പ്രശ്നം. ഈവൻ റഷ്യക്കാർ, അവർക്ക് പോലും വെറുപ്പുള്ളൊരു വിഭാഗമാണ് ചൈനീസ് വിഭാഗം. അവരുടെ ആറ്റിറ്റ്യൂഡ് സ്വാർത്ഥതയാണ്. നമ്മൾ നിസ്വാർത്ഥരാണ്, മറ്റുള്ളവർ നന്നാവട്ടെ, ലോകസംഗ്രഹം, ഇത് നമ്മുടെ രക്തമാണ്. അതുകൊണ്ടാണ് ഈ ഗീത പഠിക്കണം, പ്രചരിപ്പിക്കണം. കാരണം ലോകത്തിന് ഇനി ആവശ്യം ഇതുപോലുള്ള കൃതികളാണ്, ഈ കാഴ്ചപ്പാടാണ്. അപ്പം അതുകൊണ്ട് നാം ഗീതയിൽ നിന്ന് പഠിക്കുന്നത് നമ്മുടെ ഒന്നും ജീവിതം വൃഥാവിലാക്കാനുള്ളതല്ല, വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് നമുക്ക് ഉൾക്കരുത്ത് വേണം, അതിനാദ്യം നമ്മൾക്ക് ബോധമുണ്ടാവണം. ഞാൻ വന്നത് എവിടെ, ആ ക്ലാരിറ്റി വേണം. ഞാൻ വന്നത് ബോധത്തിൽ നിന്നാണ്. ബോധം എന്ന് പറഞ്ഞാൽ ഊർജം തന്നെയാണ്. ഊർജത്തിൽ നിന്ന് വികസിച്ച് രൂപമായി നിൽക്കുന്നു. ഈ രൂപം വീണ്ടും ഊർജമാവണം. അപ്പോൾ ആ ഊർജത്തിലേക്ക് എനിക്ക് തോന്നാത്ത എന്തുകൊണ്ടാണ് ഊർജമാണെന്ന്? കാരണം ചെറിയ ചെറിയ ദുർബല ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുകയാണ്, എൻ്റെ ചെറിയ ചെറിയ പിടിവാശികളിൽ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഉയരണം. അതിന് ഞാൻ ജപം തുടങ്ങിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പോലും പ്രയോജനകരമാക്കി എന്നെ മറ്റുള്ളവർക്ക് എന്താ പറയുക ഒരു ഉപകാരിയാക്കി മാറ്റാൻ എനിക്ക് സാധിക്കണം. ഇങ്ങനെ ഒരു ഭാഗത്ത് ഭജനയും മറുഭാഗത്ത് സേവനവും വേറൊരു ഭാഗത്ത് അറിവും നിഷ്ഠയും കൊണ്ടു നടന്നുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ സാധിക്കണം. അതാണ് ഭാഗവതത്തിൽ ആദ്യം തന്നെ പറയുന്നത്, ഭക്തിജ്ഞാനവിരാഗാണം സ്ഥാപനായ പ്രകാശിതം. ഈ മൂന്നും മനുഷ്യന് ആവശ്യമാണ്. ജ്ഞാനത്തെ ദൃഢമാക്കാനുള്ള ഭക്തി, പിന്നെ സേവ, കർമ്മം. അതാണ് വൈരാഗ്യം. മറ്റുള്ളവർക്ക് എൻ്റെ എന്നുള്ളതല്ല, അതിൽ വൈരാഗ്യം വേണം. എനിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കണം, മറ്റുള്ളവരുടെ സന്തോഷം, മറ്റുള്ളവർക്ക് സുഖം പകർന്ന് അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറയ്ക്കുമ്പോൾ ലോകസംഗ്രഹമേവാഭി സംപശ്യൻ കർത്തുമർഹസി, അത് കണ്ടുകൊണ്ട് കർത്തുമർഹസി, നമുക്ക് നമ്മുടെ ജീവിതം അതിശ്രേഷ്ഠമാക്കി കൊണ്ടു നടക്കാൻ സാധിക്കും. അപ്പോൾ കർമ്മം കൊണ്ട് തന്നെ, കർമ്മം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ. ഞാൻ വന്നത് ബോധത്തിൽ നിന്നാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ഉപബോധ മനസ്സിൽ കുരുങ്ങിക്കിടക്കുന്നു. അതിൽ നിന്ന് ഞാൻ ഉയർത്തണം, അതിന് ഭക്തി കൊണ്ടേ സാധിക്കുള്ളൂ. പിന്നെ എൻ്റെ ജീവിതം സേവനമാക്കണം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, സേവിക്കാൻ എനിക്ക് സാധിക്കണം. അതെൻ്റെ സ്വന്തം ജീവിതത്തിലെ ജോലിയിലായാലും ശരി, എൻ്റെ വീട്ടിലായാലും ശരി, സമൂഹത്തിലായാലും ശരി. ഈ രീതിയിൽ ആരാണോ സംസിദ്ധിം നേടുന്നത്, അപ്പം സംസിദ്ധി എന്ന് പറഞ്ഞാൽ തൻ്റെ ദുഃഖങ്ങളൊക്കെ കാരണം അനാവശ്യ ചിന്തകളാണ്, അതിനെ മാറ്റിയെടുക്കാൻ എൻ്റെ ഭക്തി കൊണ്ടും സേവനം കൊണ്ടും സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ സിദ്ധനായിത്തീർന്നാൽ ലോകസംഗ്രഹമേവാപി, നാം വളരുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാടും വികസിക്കും. ചുറ്റുപാടിനെ മുഴുവൻ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊരു മാനസികാവസ്ഥയിലേക്ക് ലോകമെത്തുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് സംപശ്യൻ, അതിനെ കണ്ടുകൊണ്ട് കർത്തുമർഹസി, നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടു നടക്കണം. കർത്തുമർഹസി, ഇപ്പം രാവിലെ മുതൽ നമുക്ക് ഈ മൂന്ന് ബോധം വേണം.
ജ്ഞാനനിഷ്ഠ, ആ ജ്ഞാനത്തെ ഉറപ്പിക്കാൻ വേണ്ടി ഭക്തി, മൂന്നാമത്തത് കർമ്മം. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. അങ്ങനെ നമ്മൾ ജീവിച്ചാൽ എന്താ കിട്ടാൻ പോകുന്നത്? അങ്ങനെ ജീവിക്കുന്നവർക്ക് ഭഗവാൻ വലിയൊരു അപ്രിഷിയേഷൻ, ഒരു ക്രെഡിറ്റ്, വലിയൊരു കയ്യടി അവർക്ക് തരുന്നുണ്ട്. അവരെ ഭഗവാൻ ആദരവോടെ വിളിക്കുന്ന പേരെന്താണ്? അത് അടുത്ത ശ്ലോകത്തിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം അടുത്ത ശ്ലോകം അതിഗംഭീരമായൊരു ശ്ലോകമാണ്. എങ്ങനെ ജീവിക്കുന്നവരെയാണ് കൃഷ്ണൻ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്? എങ്ങനെയുള്ളവരാണ് ശ്രേഷ്ഠന്മാർ? അവരെ ഭഗവാൻ എങ്ങനെയാണ് വളരെയധികം ബഹുമാനത്തോടുകൂടി കാണുന്നത്? അത് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.